ഇന്ന് രാവിലെ തൊട്ട് നമ്മുടെ ആള് നല്ല ഗമയിലാണ്. ഞാൻ ചോദിച്ചു, അല്ല ഇതിപ്പോൾ എന്താ ഇങ്ങനെയൊരു ഭാവമെന്ന്. അപ്പോൾ ഇദ്ദേഹം പറയാനേ, ഇതേ എൻ്റെ മാസം തുടങ്ങിയിരിക്കുക, മാധവ മാസം എന്ന്. അതായത് ഇന്നലെ കർത്തവാവിന് ശേഷം ഇന്ന് ഏപ്രിൽ 18 തൊട്ട് അടുത്ത കർത്തവാവ് വരെ, അതായത് മെയ് 16 വരെ നമ്മുടെ വൈശാഖ കാലം അല്ലെങ്കിൽ വൈശാഖ മാസം തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഗമയിലാണ് നമ്മുടെ ആള്. വൈശാഖ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭഗവാൻ മഹാലക്ഷ്മിക്കൊപ്പം ഈ ഭൂമിയിൽ ഭക്തജനങ്ങളുടെ കൂടെ വസിക്കുന്ന സമയമാണ് എന്നാണ് വിശ്വാസം. വിഷ്ണു ഭക്തർക്ക്, കൃഷ്ണ ഭക്തർക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാസം തന്നെയാണ് വൈശാഖ മാസം. ഈ സമയത്ത് നമ്മൾ എന്ത് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ പുണ്യം എല്ലാം 10 മടങ്ങ് ആയിയാണ് നമുക്ക് തിരിച്ചു ലഭിക്കുക എന്നാണ്. അപ്പോൾ ഈ വൈശാഖ മാസത്തിൽ പ്രത്യേകമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, മെയിനായിട്ട് അതിരാവിലെ എണീറ്റ് സ്നാനം, അതാണ് ഏറ്റവും പ്രധാനം. ആ സമയത്ത് എല്ലാ ജലസ്രോതസ്സുകളിലും ഗംഗ പോലെയുള്ള പുണ്യനദികളുടെ സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് വിശ്വാസം. അമ്മ പിന്നെ പറയാറുണ്ടേ, ഈ കുളത്തിലൊക്കെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുമെന്ന്. രാവിലത്തെ സമയം, അതിരാവിലത്തെ സമയം. അപ്പം ഭഗവാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നു നമ്മളുമൊക്കെ എത്തുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇത്രയും ചൂടുള്ള സമയത്ത് ഒന്ന് കുളിക്കുക പോലും കഴിയില്ലാത്ത ആൾക്കാർ ഇതെന്ത് മനുഷ്യരായെന്ന് ഭഗവാൻ ദേഷ്യപ്പെടുന്ന അമ്മ പറയാറുണ്ട് കേട്ടോ. രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാമജപമാണ്. നമുക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം. എപ്പോഴും ഭഗവാനായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഒരു അച്ചടക്കത്തോടുള്ള ജീവിതം നയിക്കുക. ക്ഷേത്ര ദർശനം എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. നമ്മൾ കാണാറില്ലേ, ഇഷ്ടംപോലെ സപ്താഹങ്ങൾ നടക്കുന്ന ഒരു സമയമാണിത്. പറ്റുന്നവർക്കൊക്കെ സപ്താഹങ്ങൾ കൂടാം. മൂന്നാമത്തത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ദാനങ്ങൾ അത് 10 മടങ്ങായിട്ടാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് ഈ ജീവിതകാലത്തേക്ക് കിട്ടുക എന്നാണ് പറയുക. അപ്പോൾ ദാനധർമ്മങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠം ജലദാനമാണെന്നാണ് പറയണത്. അപ്പോൾ ഈ ജലദാനം എന്ന് പറയുന്നത് ഇത്രയും ചൂടുള്ള സമയത്ത്, ചൂടധികമായിരിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് മാത്രമല്ല, ഈ പക്ഷി മൃഗാദികൾക്ക് എല്ലാവർക്കും കുറച്ച് വെള്ളം നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെച്ചാൽ അവർക്കതൊരു വലിയ സമാധാനമായിരിക്കുമല്ലോ. അപ്പോൾ ജലദാനം വളരെ പ്രധാനമാണ്. അതേപോലെ വസ്ത്രങ്ങൾ, മധുരങ്ങൾ, ഭക്ഷണം എല്ലാം നമുക്ക് ദാനം ചെയ്യാവുന്നതാണ്. ഈ ദാനത്തിൽ നിന്നും ഈ സമയത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ പുണ്യം വളരെ അധികമാണ് എന്നാണ് വിശ്വാസം. പിന്നെ ക്ഷേത്ര ദർശനം, അടുത്തുള്ള അമ്പലങ്ങളിൽ പോയി തൊഴുക, അവിടുത്തെ നല്ല നല്ല കർമ്മങ്ങളിൽ പങ്കെടുക്കുക, അതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വൈശാഖ കാലത്ത് ഏറ്റവും പ്രധാനം സ്നാനം, ജപം, ദാനം, ക്ഷേത്ര ദർശനം എന്നുള്ളതാണ് കേട്ടോ. നാളെ ഏപ്രിൽ 19 അക്ഷയ തൃതീയയാണ്. അപ്പോൾ നാളത്തെ ദിവസം ഈ പറഞ്ഞ പോലെ ഒരുപാട് പുണ്യം നിറഞ്ഞൊരു ദിവസമാണ്. നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ല പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാം. അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട്സൊക്കെയും ഈ പറഞ്ഞ പോലെ ഒരുപാട് പോസിറ്റീവായിരിക്കും എന്നാണ് വിശ്വാസം. നിങ്ങൾക്കതുപോലെ തന്നെ നാളെ നല്ല ദാനം ചെയ്യാൻ ശ്രമിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുക, നല്ല കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഈ വൈശാഖ മാസം ഭഗവാന് പ്രധാനമാണ്. അതിനേക്കാൾ പ്രധാനമാണ് ഭഗവാന്റെ ഭക്തന്മാർക്ക്. സപ്താഹം കൂടാൻ പറ്റുകയാണെങ്കിൽ സപ്താഹങ്ങൾ കൂടുക. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ പറ്റുകയാണെങ്കിൽ കഥകൾ കേൾക്കുക. പറയാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ പറയുക. എല്ലാം കേട്ടുകൊണ്ട് ഭഗവാൻ നമ്മുടെ കൂടെ ഈ ഭൂമിയിലുള്ള സമയമാണ് വൈശാഖകാലം. നല്ലൊരു ഭക്തി നിറഞ്ഞ വൈശാഖ മാസം എല്ലാവർക്കും ആശംസിക്കുന്നു. കൂട്ടത്തിൽ നല്ലൊരു അക്ഷയതൃതീയയും നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കണ്ണൻ്റെ കഥകളും വൈശാഖത്തിലെ മറ്റ് പ്രധാന ദിവസങ്ങളിലെ കഥകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം കേട്ടോ.